തീരദേശങ്ങളിൽ വസിക്കുന്നവർക്ക് മതിയായ സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൊച്ചി, ആലപ്പുഴ രൂപതകളിൽ നിന്നുള്ള വൈദികരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കടലാക്രമണത്തിൽ കഴിയുന്ന ആളുകൾക്ക് മതിയായ സുരക്ഷ നൽകുക, ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഒപ്പം തന്നെ കിടപ്പാടം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക, മതിയായ സുരക്ഷ ഒരുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ സർക്കാരിന് മുമ്പിൽ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യങ്ങൾ? അതായത് സർക്കാരുകളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്, ചെയ്ത കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഈ ടെട്രോപോഡ് കടൽഭിത്തി അത് സമഗ്രതയോടുകൂടി പുലിമുട്ടുകൾ നിരത്തിക്കൊണ്ട് തെക്കേ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെ പൂർത്തിയാക്കണം. കിഫ്ബി ഫണ്ട് ഇപ്പോൾ പോരാതെ വരുന്നു. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നതിന് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള തട്ടാമുട്ടി ന്യായങ്ങളാണ് പറയുന്നത്. കാലകാലങ്ങളായി ഉന്നയിക്കുന്നൊരു പ്രശ്നമാണ് തീരദേശ മേഖലകളിലെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ ആളുകളും ഇത് ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു നിലപാട് മാറ്റം പ്രതീക്ഷിക്കാം. ഞങ്ങൾ സാധാരണ കേരളത്തിലെ റോമൻ കത്തോലിക്കർ, അതായത് ലത്തീൻ കത്തോലിക്കർ എടുക്കുന്ന നയങ്ങൾ സമദൂരം ശരിദൂരം എന്നുള്ളതാണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ആര് ഈ കാര്യങ്ങൾ ഉറപ്പു തരുന്നുവോ ആ ഉറപ്പു തരുന്നവരോട് തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ത്രീജനങ്ങളും ഞങ്ങളുടെ മുഴുവൻ ആബാലവൃത്ത ജനങ്ങളും ഉണ്ടാവും. അതിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ വോട്ടെടുപ്പിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തും ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ അവസാന സമരത്തിന്റെ തുടക്കം മാത്രം. ഇത് അവസാന സമരം, ലക്ഷ്യം കാണാതെ പിന്നോട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇവർ നൽകുന്നുണ്ട്. തോപ്പുംപടിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ രാഹുൽ ബിജുവിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.